പുസ്തക പ്രകാശനം നടത്തി. മരുതൂർ കുളങ്ങര സ്വദേശി ജി.കെ. പിള്ള തെക്കേടത്തിന്റെ ദളങ്ങൾ കൊഴിഞ്ഞ പുഷ്പങ്ങൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കാസ് ലൈബ്രറിയും മരുതൂർ കുളങ്ങര സൗഹൃദ കൂട്ടായ്മയും ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി ജി.കെ. പിള്ള തെക്കേടത്ത് പ്രദേശത്തിന്റെ പഴയകാല ഓർമ്മകൾ ഉൾപ്പെടുത്തി രചിച്ച ദളങ്ങൾ കൊഴിഞ്ഞ പുഷ്പങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. മരുതൂർ കുളങ്ങര മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പ്രകാശനം നിർവഹിച്ചു. പേപ്പർ അവതരിപ്പിച്ചാലും ഒക്കെ തിരികെ എത്തുന്നത് എവിടേക്കായിരിക്കും? തിരികെ എത്തുന്നത് ഈ ഗ്രാമത്തിലേക്ക് തന്നെയാണ് തിരികെ എത്തുന്നത്. ഈ ഗ്രാമമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉറവ എന്ന് പറയുന്നത്. നമ്മളുടെ സ്വത്വം എന്ന് പറയുന്ന ഈ ഗ്രാമമാണ്. ഗ്രാമത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ മറ്റൊന്നും നമുക്ക് ഇല്ല എന്നതാണ് സത്യം. ഞാൻ ആദ്യം ചിരിക്കാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ മുഖത്തൊക്കെ. അമ്മയുടെ ചിരിയാണ് ഞാൻ ചിരിക്കുന്നത്, വേറെ ആരുടെ ചിരിയല്ല ഞാൻ ചിരിക്കുന്നത്. ഞാൻ ചിരിക്കാൻ പഠിക്കുന്നത് അങ്ങനെ. കരയാൻ ഞാൻ പഠിച്ചുകൊണ്ടാണ് വന്നത്. അവിടുന്ന് വന്നപ്പോഴേക്ക് നിലവിളിച്ചുകൊണ്ടാണ് വന്നത്. കരയാൻ ആരും പഠിപ്പിക്കണം, പക്ഷെ ചിരിക്കാൻ, മനോഹരമായി ചിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയുടെ മുഖം. പഠിപ്പിക്കായിരുന്നല്ല, അമ്മ കണ്ട് ചിരിക്കുന്നത് കണ്ട് ഞാൻ ചിരിക്കുകയായിരുന്നു. അമ്മ എന്നെ നോക്കി ചിരിച്ചു. മക്കളെ എന്ന് വിളിച്ചാൽ മോനെ എന്ന് വിളിച്ച് ചിരിച്ചപ്പോൾ ഞാനത് കണ്ട് ചിരിച്ച് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മയില്ലാതെ, മാതൃത്വമില്ലാതെ, മണ്ണിന്റെ ഗന്ധമില്ലാതെ നമുക്ക് ജീവിതമില്ല എന്നതാണ് സത്യം. ഈ സത്യത്തെ നമ്മൾ നിരന്തരമായിട്ട് ഓർക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന അഹങ്കാരം കുറഞ്ഞു വരുന്നത്. കാസ് ലൈബ്രറി പ്രസിഡന്റ് ആർ രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ഇടക്കുളങ്ങര ഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി. സജി അനീഷ് പുസ്തക പരിചയം നടത്തി. സജീവ് മാമ്പറ, ജി മോഹൻകുമാർ, എ സജീവ്, ജി കൃഷ്ണകുമാർ, പി മുരളീധരൻ പിള്ള, സി ജയരാജൻ, ജെ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കാസ് ലൈബ്രറിയും മരുതൂർ കുളങ്ങര സൗഹൃദ കൂട്ടായ്മയും ചേർന്നാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.